MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. കളിയും ചിരിയും കച്ചവടത്തിന്റെ രസച്ചരടുകളുമായി കുറെ പേരുണ്ട്. ഇത് ജെനിഫർ ലോപ്പസ് എന്നറിയപ്പെടുന്ന രജനി. ഒപ്പം എന്തിനു വേദനും കൂട്ടായി പച്ചപ്പരിഷ്കാരി റമോയും. വരുന്ന കസ്റ്റമേഴ്സിന്റെ മുഖം വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കുടുംബം വെളുപ്പിക്കലാണ് ഇവരുടെ പ്രധാന വിനോദം. ഈ മോളിലെ പ്രമുഖ വസ്ത്രവ്യാപാരി ബേബിച്ചൻ. ലേറ്റായി വന്ന് ബേബിച്ചായന്റെ ജീവിതത്തിൽ ലേറ്റസ്റ്റായി മാറിയവളാണ് ഭാര്യ ഹണി. പ്രായവ്യത്യാസം തന്നെയാണ് ഇവരെ മൊത്തത്തിൽ വ്യത്യസ്തരാക്കുന്നത്. കാപ്പിയും ചീനിയും വിറ്റ് നടന്ന പാപ്പച്ചൻ ഈ മോളിൽ വന്നപ്പോൾ പേര് ഒന്ന് പരിഷ്കരിച്ചു, കാപ്പച്ചീനോ പാപ്പച്ചൻ. ഒപ്പം മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയെയും പാപ്പച്ചന് കിട്ടി, ഉത്തമൻ. പിന്നെ ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താനും പാഠം പഠിപ്പിക്കാനും ഈ മാളിലെ PROയും. എന്റെ പൊന്നു ചേച്ചിമാരെ, ഒന്ന് ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ ഏൽപ്പിച്ചേക്കണ പണി ഞാൻ ഒന്ന് ചെയ്തോട്ടെ. കൊച്ചു തുടങ്ങിക്കോ, ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ. കൊച്ചിന്റെ ജോലി ചെയ്തോളൂ. MyG My Generation Digital Hub presents Tamasha Bazaar, co-powered by Jipro Amazing Ceiling Designs ലേക്ക് സ്വാഗതം. അതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. ചേട്ടാ 2 ഷാർജ ഷേക്ക്, 1 ഉപ്പ് 1 വിത്തൗട്ട്. എടാ ഉപ്പൊന്നും പേര് ഇതിന്റെ പ്രഷർ വരുവാടാ. അന്ന് 2 വിത്തൗട്ട് എടുത്തു. Me too വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നാൽ ആരുടെ പേര് പറയും? റെഡിയായി ഒരു വിധത്തില്. എങ്ങനെയുണ്ട്? കണ്ടമൂച്ചയ്ക്ക് കണ്ണട വെച്ച പോലുണ്ട്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ ഏകദേശം ഇത്രത്തോളം വരും. ബേബിച്ച ഒന്നിങ്ങോട്ട് വന്നേ, ഇത് എന്തൊരു ഒരുക്കമായത്. ഏണ്ട പെണ്ണ് കാണാൻ പോകുമ്പോലെ ഒരുങ്ങുന്നേ. വാ ബേബിച്ച വന്നേ. അയ്യോ ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബേബിച്ചൻ റെഡിയായി വരാൻ കൊടുത്ത് താമസിക്കുന്നു. അതാ ഞാൻ. എന്തിനാണാവോ? അയ്യോ അതെന്താന്ന് വെച്ചാലേ, എന്റെ വീട്ടിലെ ബെഡ്റൂമില്, അതായത് എന്റെ ബെഡ്റൂമില് ഒരു കുഞ്ഞു TV ആയിരിക്കുന്നത്. അപ്പൊ ബേബിച്ചന്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു വലിയൊരു LED TV ഇരിക്കുന്നു. 70 ആണോ 75 ഇഞ്ച് ആണോ എന്നൊരു ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അമ്മാതിരി ഒരു TV മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ പോവാ. ഒന്നിങ്ങി വന്നേ. തള്ളു 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 പന്നാക്ക് വണ്ടി, തള്ളു 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 തല്ലിപ്പൊള്ളി വണ്ടി, നമ്മുടെ തല്ലിപ്പൊള്ളി വണ്ടി. ഇവരെന്ന പാട്ടല്ലേ ഈ പാടുന്നത്? അപ്പൊ തന്നെയല്ലേ അങ്ങോട്ടേ ഇത് മേടിക്കാൻ പോകുന്ന വഴിക്ക് എന്റെ വീട്ടിലും കൂടി ഒന്ന് കേറിയിട്ട് വേണം പോവാൻ. കാരണം എന്റെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്, മോളെ ഇപ്പൊ AC ഒന്നും എടുക്കരുത്. അവർ ഏറ്റവും വില കൂടിയ ഒരു AC, നല്ല വില കൂടിയ ഒരു AC അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ പോണ വഴിക്ക് എനിക്ക് അതും കൂടി അങ്ങ് എടുത്തിട്ട് വേണം പോവാൻ. തല്ലിപ്പൊളി വണ്ടി. ഓ ഹണി, എന്നെ ഈ പറയുന്ന കാലത്ത് ഈ ഫ്രിഡ്ജും TV ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. എന്റെ വീട്ടിൽ 4 മുറിയുണ്ട്. 4 മുറിയിലും എന്നാ AC ആണെന്നറിയാമോ? ആ മുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഊട്ടി ചെന്നിറങ്ങിയ പോലെ. തള്ളു 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 തന്നാസ് വണ്ടി, തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, തല്ലിപ്പൊളി വണ്ടി. ഹണിമോളെ റെഡി ആയോ? അയ്യോ റെഡിയായി ഒരു വിധത്തില്. എങ്ങനെയുണ്ട്? കണ്ടമൂച്ചയ്ക്ക് കണ്ണട വെച്ച പോലുണ്ട്. ചക്കിപ്പൂച്ചോട് ഞാൻ ചോദിച്ചില്ല. അതെ,
ഇവിടെ വർത്താനം പറഞ്ഞോണ്ട കാര്യം നടക്കോ? എന്തൊക്കെ സാധനം പർച്ചേസ് ചെയ്യേണ്ടതാണ്? വരൂ 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 വരൂ. അല്ല, പോവാം. പിന്നെ വാ. പോ, പോ. തള്ള് 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 പണ്ടാക്ക് വണ്ടി, തള്ള് 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 തള്ളിപ്പൊളി വണ്ടി. എന്റെ അമ്മ എന്തൊരു തള്ളല്ലേ. ആ പൂത്ത കാശാ രണ്ടിനും. പൂത്ത കാശോ? പിന്നെ അല്ലാണ്ട് ആ ബേബിച്ചൻ കള്ളു ഷോപ്പിൽ പൂത്ത കള്ളും കുടിച്ചോണ്ട് നടന്ന കഥയൊക്കെ എനിക്കറിയാം. ഇത് കാശൊന്നും അല്ലത്. എന്നാ പിന്നെ വല്ല കള്ളപ്പണമായിരിക്കും. ഇത് കള്ളപ്പണോ അല്ല. പിന്നെ ദേ ഉത്തമ പാപ്പച്ചെങ്ങ് വന്നേ പറയട്ടെ, എല്ലാരും കേക്കണം. നിനക്ക് വല്ല അറിഞ്ഞോ? അതെ, ബേബിച്ചന്റെയും ഹണിയുടെയും ആ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പന്തികേട് തോന്നിയോ? ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുക. ആ ഏടുന്ന കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഏടുന്നും അല്ല, അതെവിടെന്നാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞു. ആ പറയൂ ജനി, വെറുതെ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. അത് പാപ്പച്ചൻ ദേ ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യവും കൂടി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ പാപ്പച്ചന് ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് എന്തിനു ഹാർട്ട് അറ്റാക്ക് വരണം? എന്നാ കേട്ടോ, ഇതാണ് സംഗതി. നമ്മുടെ ഹണിയുടെ നാട്ടിലുള്ള ഒരു കൊച്ചു ചെറുക്കനുമായിട്ട് ഒരു പണക്കാരനുമായിട്ട് ഹണിക്ക് പ്രേമാണെന്ന്. ഓ കാര്യം. ഓ എന്താ പോട്ടെ, ഞാൻ അപ്പഴേ പറഞ്ഞു. ഹണി ആ ഹണി ആവശ്യമില്ലാത്ത കേൾക്കാൻ നടക്കണം. കണ്ട പെണ്ണുങ്ങൾ പല ദൂഷണവും പറഞ്ഞത് കേട്ട് നിൽക്കാണ്. എന്റെ ജോലി ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലാതെ, ഇത് സ്കൂൾ സമയത്തെ ഇവര് തമ്മിൽ കണക്ഷൻ ആണെന്ന്. ശരിക്കും? ആ പിന്നെ ഈ ഹണിയും ഈ പയ്യനും കൂടെ ഇടയ്ക്ക് എങ്ങാണ്ടോ ഒളിച്ചോടിയെന്നോ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്ന് ബേബിച്ചനെ കൊണ്ട് കെട്ടിച്ചതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞാണെന്ന് ഒരിക്കലും ബേബിച്ചനോടൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ വളരെ ഡീസന്റ്. മേഡം എന്താ മേഡം എത്ര നേരം ഇവിടെ വന്ന് നിൽക്കുന്നത്? ആ കടയിലോട്ട് പോവാ മേഡം. സോറി ഞാൻ വരാമേ കേട്ടോ. എനിക്ക് ഇനി കുറെ കഥ പറയാനുണ്ട്. ഞാൻ വരാം. കടയിൽ ഇതിനും വേണ്ടി തിരക്കാണോ? എവിടെ തിരക്കും? ഒരു തിരക്കുമില്ല. അതിനകത്ത് പൂച്ച പറ്റി കിടക്കുക. ഒരു മനുഷ്യനും വരുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ ഹണിയെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, സൂപ്പർ അഭിപ്രായം. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കർമുകിൽ വർണ്ണനെ കർവർണ്ണനെ, കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കർമുകിൽ വർണ്ണനെ കർവർണ്ണനെ. എന്നിട്ട് ഉരുളി എടുത്തിട്ട് ഉരുളിക്കകത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പച്ചക്കറികളും സ്വല്പ സ്വർണവും കണ്ണാടിയും ഏറ്റവും സൂപ്പറായിട്ട് നമ്മുടെ കൊന്നപ്പ് വെക്കണം. എങ്കിൽ കണി അടിപൊളിയായിരിക്കും. കണി കാണും നേരം കമലാ നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. എന്നാ കണിയാ, സൂപ്പർ കണിയാ. അയ്യോ എടോ 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 അതല്ല ചോദിച്ചത്. ഹണിയുടെ കാര്യം ചോദിച്ചേ. ഓ ഹണി, ആ. ഹണിയുടെ കാര്യമാണോ? ആ നല്ല ഹണി, വൺഹണിയുണ്ട്, ചെറുഹണിയുണ്ട്. ഈ ചെറുഹണിയാണെങ്കിൽ കയ്യിലിട്ട് ശകലിട്ട് കുടിച്ചാണല്ലോ നല്ല സുഖമാ. അത് വേണമെങ്കിൽ കാട്ടി പോകണം. ആദിവാസിക്ക് സൂപ്പർ സാധനം കിട്ടും. എടോ ഭൂലോക ദുരന്തമേ, ഞാൻ ചോദിച്ച ആരുടെ കാര്യമാ? ഈ ബുട്ടിക്ക് നടത്തുന്ന അങ്ങേരുടെ ഭാര്യ ഇല്ലേ ഹണി, അവളെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചേ. ഇവരെ കുറിച്ചോ? ആ ആ കുടിച്ച ഹണിയുടെ രസം കൂടെ അങ്ങ് പോയി. എനിക്കൊരു അഭിപ്രായം ഇല്ല ഇവരെ കുറിച്ച്. ഈ ഹണിയെ കുറിച്ച് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ടല്ലോ, എന്ത് പ്രശ്നമുണ്ടല്ലോ. അത് ജെനി എന്നോട് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ ഞാൻ വേറെ ആരോട് പറയരുതെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞേ. ഞങ്ങളുടെ മേഡോ? ആ അതിനാ പറഞ്ഞേ. ഞാൻ ആരോടും പറയത്തില്ല. ഈ വേറെ ആരോട് പറയരുത്. ഇല്ലെന്ന് എത്ര വർഷമായിട്ട് പുള്ളിക്കാരോട് ജോലി ചെയ്യാൻ ഞാൻ പറയത്തൊന്നുമില്ല. പറ. ഈ ഹണിക്കുണ്ടല്ലോ നാട്ടിൽ ഏതോ ഒരു വമ്പൻ പണച്ചാക്കുമായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടെന്ന്, ഒരു ചുറ്റിക്കളി കണ്ടുപിടിച്ച്. ജെനി മേഡം ഇടോ ഇങ്ങോട്ട് വന്നേ. എന്നോട് കാണിച്ചത് ശരിയല്ലേ കേട്ടോ. ഞാൻ ഇത്ര നാളാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുക. പക്ഷെ ഈ കാര്യം മറച്ചു വെച്ചത്, അല്ലെ അവരുടെ രഹസ്യം, ഹണിയുടെ രഹസ്യം എന്റെ നീ മറച്ചു വെച്ചത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതെന്നോട് പറയണമായിരുന്നു. എന്റെ റമു ഒന്ന് പതുക്കെ കേട്ടോണ്ട് വന്നാ പിന്നെ തീർന്നു. കേക്കട്ടെ, കേക്കട്ടെ. ഏതെങ്കിലും ഭാര്യമാര് ചെയ്യുവോ ഈ ഭർത്താവിനെ ഇങ്ങനെ വഞ്ചിക്കോ? എന്റെ പൊന്നേ. അയാളെ ചോറ് നിന്നിട്ട് അയാളെ വഞ്ചിക്കുന്നു. അയ്യോ പറയണൊന്ന് കേക്ക്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ മയത്തിൽ വേണം പറഞ്ഞ് ഒരു ഭർത്താവിന് മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലാണ്ട് ഇങ്ങനെ ചാടിക്കറി പറഞ്ഞാ പിന്നെ അങ്ങനെ വല്ല സംഭവിച്ചു പോയാലോ? അത് കുഴപ്പമില്ല. ഇലതയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ നടത്തിക്കോളാം. അല്ല ഈ ഇലയും മുള്ളിനും കേടില്ലാതെ പറയേണ്ട കാര്യമുണ്ടോ? എന്റെ തള്ളേ, നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? തള്ളേന്നോ? ഒരു ഭാര്യയാണോ നിങ്ങൾ? ഒരു തള്ളണ്ടല്ലോ. ഈ മനുഷ്യൻ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്നെ സ്നേഹമുള്ള ആളാ ഈ മനുഷ്യൻ. ഇതെന്തൊക്കെ പറയുന്നത്? ഞാൻ എന്താ ചെയ്തേ? അതല്ലെന്ന് 2 കവർ വീർക്ക് പിടിക്കാൻ പറ്റില്ല, എല്ലാം കൂടെ അയാളെ കൊണ്ട് പിടിച്ചിരിക്കുന്നു. അതേ പറഞ്ഞു. അവക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ല ഇപ്പോ.
ജീപ്പിൽ പോകുന്ന കഥയല്ല പറഞ്ഞത്, കവറെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് 3-4 മാസത്തേക്ക് അവൾക്ക് നല്ല റെസ്റ്റ് വേണം, അതായി പറഞ്ഞു വരുന്നത്. നിനക്ക് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ വരുന്ന കണ്ടോ, കുത്തി വരുന്ന കണ്ടോ? അണിമോളെ, ഇതിനകത്ത് മാങ്ങായി നെല്ലിക്കായി ഇരുമ്പ് പുളി ഇരിപ്പുണ്ട്. അത് ഏതാ പാക്കറ്റ് ഒന്ന് തപ്പിക്കേ. അപ്പൊ കറക്റ്റാ. ഈ ഗർഭിണി ആയിരിക്കുമ്പോൾ ഈ ഐറ്റമൊക്കെ അടിക്കുന്നത് കറക്റ്റ് സംഭവം. ഇത് കിട്ടിക്കഴിഞ്ഞാലേ ആ പാപ്പത്തിന്റെ കൈ കൊണ്ടാ കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ പറയും അവൻ തന്ന കാശ് ഞാൻ എടുത്ത് മറിച്ചെന്ന്. അല്ല അപ്പൊ ഗർഭിണിയല്ലേ? പാപ്പച്ചനോ? അല്ല, ഹണി മേഡം ഗർഭിണിയല്ലേ? ഞാനോ? ഗർഭിണിയോ? പിന്നെ മേഡം പറഞ്ഞല്ലോ ഗർഭിണിയാവുന്നോ, ഏതോ പയ്യനോട് കറങ്ങി നടക്കുമായിരുന്നോ പറഞ്ഞില്ലേ? മേഡം പറഞ്ഞായിരുന്നു. ഏത് മാഡം? ഞാനോ? ഏതോ പയ്യന്റെ കൂടെയോ? ആര് പറഞ്ഞു? നമ്മുടെ ജെനി മേഡം പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ? ഞാൻ സത്യമായിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വളരെ ഡീസന്റ് ആണെന്ന് ഹാനിക്ക് അറിയാലോ. ഞാൻ മര്യാദയ്ക്ക് സലൂണിൽ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഈ ജുവലാണ് എന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് നിർത്തി. വഞ്ചകി, ഞാനാണോ പറഞ്ഞത്? വെറുതെ ഇരുന്ന് എന്റെ ചെവിയിൽ വന്ന് ഈ കൊനിഷ്ഠ മുഴുവൻ ഓതി തന്ന നീ ഒറ്റ വരുത്തിയാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടുപേരും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്നെ പറ്റി ഇങ്ങനെ പരദൂഷണം പറഞ്ഞ ശരിയായില്ല. ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഇവള് ഒറ്റ വരുത്തിയാ. നടത്തി ചൊറിയും കുത്തി ഇരുന്നിട്ട് ഇല്ലായ്മ മൊത്തം പറഞ്ഞു വരുത്തിയത് ഇവളാ. മേഡത്തെ തല്ലല്ലേ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ എവിടെയാ ഒരു സ്വർണ്ണക്കട? അയ്യോ, ഈ മാളിൽ സ്വർണ്ണക്കട ഇല്ല. അല്ല, ഇവിടെ ഉണ്ട്, സ്വർണ്ണക്കട ഉണ്ട്. ഇല്ല, സ്വർണ്ണക്കട ഇല്ലാത്ത ഒരേ ഒരു മാൾ ഇതേ ഉള്ളൂ. അതെ അതെ. അല്ല അതന്നേരം അല്ല, ഒരു സ്വർണ്ണക്കട നടത്തുന്നത് ഒരു സ്ത്രീയാ. സ്ത്രീയോ? ആ, അതാരാ? ആ സ്ത്രീയുടെ പേര് ജെനി. ജെനി? അറിയോ? ജെനി 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 നടത്തുന്ന സ്വർണ്ണക്കട. അതറിയാം, ആ കട അറിയാം, അതറിയാം. കാണുന്ന കടയാണ് ആ സ്വർണ്ണക്കട. അത് അത് ബ്യൂട്ടി പാർലർ അല്ലേ? അതെ, അതാണ് നിന്നോട് സ്വർണ്ണക്കടയെന്ന് അവര് പറഞ്ഞത്. കണ്ണാടി പിടിച്ച മോളെ, എന്താ കാര്യം? ബാധ്യത തീർക്കുന്നതൊക്കെ എന്താ കാര്യം? ഞാനും ജെനിയും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പിന്നെ ചാറ്റിംഗ് ആയി, ചീറ്റിംഗ് ആയി, പിന്നെ ഞങ്ങൾ പ്രണയമായി, ഭയങ്കര പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറച്ചിലും അതും ഇതൊക്കെ ആയിട്ട് അവസാനം മൂത്ത പ്രണയം. ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്ക് എവിടെയാ? നമുക്ക് ജോലി എവിടെയാ? ഞാൻ ദുബായിലാ. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നീ ജെനിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജെനി നിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാഞ്ഞത് ഭാഗ്യം. അതെ, നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കാന്ന് എന്റെ ജെനിയെ വിളിക്കുന്നുണ്ടോ? സമാധാനപ്പെട്ട് വിളിച്ചുതരാം. ജെനി, ദേ നിന്നെ കാണാൻ അങ്ങ് ദുബായിൽ ഒരാൾ വന്നിരിക്കുന്നു. അതെ അതെ. ഒന്ന് ചെന്ന് വിളിച്ചോണ്ട് പാടി. ജെനി, ജെനി, ജെനി. താങ്കളുടെ അലറണ്ട, ഞാൻ വിളിച്ചോളാം. ജെനി, നീ വന്നേ. അതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. അറിയോ ആളെ? ഞങ്ങള് ഫേസ്ബുക്കിൽ ചെറുതായിട്ട് പരിചയമൊക്കെ ഉണ്ട്. ജെനി, വാ നമുക്ക് വീട്ടിൽ പോവാം. അച്ഛനും അമ്മയും കണ്ട് നമുക്ക് അനുവാദമൊക്കെ വാങ്ങിക്കണ്ടേ? നമുക്കിനി കല്യാണം കഴിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, നമുക്ക് എൻജോയ് ചെയ്യണം, അടിച്ചു പൊളിക്കണം. ടിക്കറ്റ് ഒക്കെ എടുത്തായിരുന്നോ? പിന്നെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്റെ ജെനി, വാ, നിന്റെ വീട്ടില് നിന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്തും നമുക്ക് പറഞ്ഞ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതെ, നമുക്ക് എൻജോയ് ചെയ്യാന്ന്. മനസ്സിലായി. ചേട്ടനെ കണ്ട എന്റെ വീട്ടുകാർ ഒട്ടും സമ്മതിക്കൂല. അതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നേ. ഞാൻ വീട്ടിൽ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് എയർപോർട്ടിലേക്ക് വന്നോളാം. അയ്യോ, അങ്ങനെ പറയല്ലേ. ചേട്ടനൊന്ന് പോ. എന്നെ തൊടല്ലേ. കല്യാണത്തിന് മുമ്പ് ഞാനൊരു കന്യകനാ. എങ്ങനെയും പറഞ്ഞൊന്നു. അല്ല, ഞാൻ വരാം. എടി തൊടല്ലേ, ഒടിഞ്ഞും പോവും. പിന്നെ ഇങ്ങനെ അതന്നെ. പോവല്ലേ? ഞാൻ വരും ചേട്ടാ. ഞാൻ അയ്യോ വേണ്ടായിരുന്നു. തള്ളി കയറ്റി കേറിക്കോ. ടാറ്റാ. വരും കേട്ടോ. വരും.
എന്റെ ദൈവമേ, അതെ നിനക്ക് അത് തന്നെ വേണം. നീ എന്നെ പറ്റി നേരത്തെ എന്തൊക്കെ അപവാദം വിളിച്ചു പറഞ്ഞു, നിനക്ക് അത് തന്നെ വേണം കേട്ടാ. എന്റെ പൊന്ന് ജെനി, ഫേസ്ബുക്കിലൂടെ ഒക്കെ പരിചയപ്പെടുമ്പോ കാണാൻ വൃത്തിയുള്ളവർ തന്നെ വേണ്ടേ? പോയി എന്റെ ബേബിച്ച. പറ്റിപ്പോയെങ്കിൽ എന്തേലും പറഞ്ഞാ അങ്ങനെ ഒഴിവാക്കണമായിരുന്നു. അതെങ്ങനെ ഒഴിവാക്കുന്ന ഈ പറയണ? ഈ കാണുന്ന കട, ഇതിനകത്തിരിക്കുന്ന സാധനങ്ങള്, എന്റെ വീട്ടിലെ ഓരോ മാസത്തെ ചെലവ്, റെമോയുടെയും ബാക്കി സ്റ്റാഫുകളുടെയും ശമ്പളം, എന്തിനാ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ്, ഈ ചെരുപ്പ്, ഇതൊക്കെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ദുബായി നയിച്ചിരുന്ന കാശല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കൃഷി മരമാണല്ലേ? ചെറുതായിട്ട്. എന്തായാലും കൊള്ളാം. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതിന് ശേഷമേ എത്ര ആണുങ്ങളെയും പെണ്ണുങ്ങളെ ജീവിതം നശിച്ചെന്നറിയാവോ? ആ ജുവൽ മോളെ വാ, ഇവിടെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായിരുന്നോ? വേണ്ട വേണ്ട, വേറെ ഈ ആവശ്യമില്ലാത്ത കൊതിന്നോണേ പറയാനാണ് എനിക്ക് കേൾക്കണമെന്നില്ല. അയ്യോ, കൊതിന്നോണേ അല്ല, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. സംഭവം എനിക്ക് കേൾക്കണ്ട, കേട്ടിടത്തോളം ഞാൻ മതിയായി. അയ്യോ എന്റെ ജ്വല, ഇതിപ്പോ സംഭവിച്ച കാര്യം, സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കൂടുതൽ സത്യം പറഞ്ഞ എന്റെ ടെമ്പർ തെറ്റിക്കരുത്. ഈ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് പോയേ. നിങ്ങൾ കടയൊന്നും നടത്താനില്ലേ മനുഷ്യ? Get out house. Now from the minutes of the day. Get out you too. ഈ പരദൂഷണം കേട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ ദൈവമേ, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. എനിക്ക് പറഞ്ഞിട്ടുള്ള പണി ഈ മോളിൽ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ തമാശ ബസാന്തി ഫ്ലോറിലൂടെ ഒത്തിരി താരങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് 1968 മുതൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖശ്രീ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും ബഹുമാനത്തോടുകൂടെ ശ്രീമതി ശ്രീലത നമ്പൂതിരി. വെൽക്കം വെൽക്കം ടു തമാശ ബസാർ. അതെ, ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഭാഗ്യമാണ്. നമ്മൾ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികമാരായിട്ട് അല്ലെങ്കിൽ നടിമാരൊക്കെ ഒരു ഇച്ചിരി ഒരു ഏജ് കഴിയുമ്പോഴത്തേനും പിന്നെ അവരങ്ങ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് മാറിപ്പോവും. ശ്രീലത മാം നേരെ തിരിച്ചാണ്. ഇത്രയും വർഷമായിട്ട് മലയാള സിനിമയെ വിടാതെ പിന്തുടരുന്ന ഒരു സ്ത്രീ ശക്തി. എന്താണ് അതിന്റെ ഒരു സ്പിരിറ്റ്? അല്ല, അതൊരു ദൈവാധീനം. കാരണം നമ്മുടെ ആരോഗ്യം അതിനൊക്കെ നമ്മളെ സമ്മതിക്കുന്നില്ലേ. വേറെ അസുഖങ്ങളൊന്നും വലുതായിട്ടില്ല. ഇതിങ്ങനെ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. 1968 മുതൽ ഏകദേശം ഒരുപാട് വർഷങ്ങൾ വളരെ ആക്റ്റീവ് ആയിരുന്നു അല്ലേ മാം? അതെ അതെ. അതിനുശേഷം പിന്നെ ഒരു കുറച്ച് നാളല്ലേ, എത്രയോ വർഷങ്ങൾ, ഒരു 23 വർഷം ഗ്യാപ്പ്. അതെ, ഫാമിലിക്ക് വേണ്ടി. അതെ. തിരിച്ചു വരവിൽ എന്ത് തോന്നി? ലൈക്ക് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്തപ്പോ ഒരു വ്യത്യാസം വല്ലതും തോന്നിയോ തിരിച്ചു വന്നപ്പോ? വ്യത്യാസം വെച്ചാൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആകെപ്പാടെ ഒരു 50 പേരെ ഉള്ളായിരുന്നു സിനിമയിൽ മൊത്തമായിട്ട്. ഇപ്പൊ 500 പേരുണ്ട്. അതുകൊണ്ട് നിറയെ ആളായി ഇപ്പൊ വന്നു, നിറയെ ആൾക്കാരായി. എത്ര എന്താ പറയാ, നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ശരിക്കും മാമിന്റെ കൂടെ ഒരു കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന ഒത്തിരി പേരുണ്ട്. അതെ അതെ. അവരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഓർമ്മ വരുന്ന കഥകൾ. അല്ല, അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 50 പേരെ ഉള്ളായിരുന്നു സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് കൂടുതൽ സിനിമകൾ അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നും മിക്കവാറും കാണുമ്പം നമ്മൾ ആ ഒരു സൗഹൃദത്തിന് കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ഒരു സൗഹൃദമായിരുന്നു അത്. ബ്രേക്ക് സമയത്ത് കാരവനൊന്നും ഇല്ല. അപ്പം ഞങ്ങളെല്ലാം ഒരു തുണി വിരിച്ചോ ഒരു പായ വിരിച്ചോ ഒക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ കാണാൻ അന്നത്തെ കാലത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? അത് പ്രേം നസീറ, സംശയിക്കണ്ട. ഹലോ, രണ്ടുപേരും സംസാരിച്ച് ക്ഷീണിച്ചതല്ലേ? ഒരേ ബ്ലാക്ക് ടീ കഴിക്കി. അമ്മ നമസ്കാരം. നമസ്കാരം. നിങ്ങളെ പോലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചായ കൊണ്ടുതരാന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ചായ ഫ്രീ ആണ്. അപ്പൊ നമ്മളിന്ന് കാശ് തരണ്ട? അമ്മ കാശ് തരണ്ട, പക്ഷെ ജുവല് കാശ് തരേണ്ട വരും. ഇത് മാത്രമല്ല, കടയിലെ പറ്റും തീർക്കണം കേട്ടോ. അപ്പൊ ശരി, അപ്പൊ എന്തായാലും ചായ കിട്ടിയല്ലോ, നമുക്ക് അവിടെ പോയി ഇരുന്ന് ഈ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് ബാക്കി കലാപരിപാടി മോളൊക്കെ ശരിക്കും ഒന്ന് കാണാം. ഇറങ്ങി വാടാ, തുറക്കട്ടാ, തിരിഞ്ഞു നോക്കടാ.
ആ തുറന്നു. ആയി നോക്കിയൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന്. ഇത് ഏത് കടടേ? ഇത് ഏത് കട? നമ്മൾ ഈ പണിക്ക് നിൽക്കാന്ന് പറഞ്ഞ ചായക്കട ഇവിടെ ചായക്കട ഇല്ല കട, ഇല്ല കട. ഇത് തന്നെ കട. നമ്മൾ ആദ്യം ചെന്ന് പണിക്ക് വന്നാണെന്നൊന്നും പറയരുത്, മനസ്സിലായ? ഇവിടെ കാശ് കിട്ടുമോ, ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ നോക്കണം. കച്ചവടം കൊണ്ടാ നോക്കണം. ആ അത് കച്ചവടം ഇല്ല, വെറുതെ പണിക്ക് നിന്ന പോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതെ അതെ, കുഴപ്പമില്ല. കട. ഹലോ, കഴിക്കാനുണ്ടേ? കഴിക്കാൻ മെനു ഉണ്ട്. എന്നാ 2 മെനു വെച്ച് സാമ്പാർ വെച്ചു. നീ എവിടത്തുകാരണ്ടാ? നീ ഏത് മലയക്കാരൻ? മെനു സാമ്പാറുവാ? അവൻ അറിഞ്ഞൂടാത്തോണ്ടാ കേട്ടാ. 2 മെനു ബീഫിന്റെ ഗ്രേവി. എടോ, മെനു എന്ന് പറഞ്ഞാൽ മെനു കാർഡ്, ഇതിനകത്ത് ഫുഡിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ. അറിയാം. നമ്മുടെ അവിടെയൊക്കെ ഹോട്ടലിൽ വില വരെ പട്ടിക, ഇവിടെ മെനു മെനു. ടീ അടക്കം എല്ലാ ദിവസവും കുടിക്കണം. ഷാർജ ഷേക്ക് അടിച്ചാലാ? 2 പറയാം. ഷാർജ ഷേക്ക് കുടിക്കല്ലേ? ഉപ്പ് വേണം, മധുരം വേണം? എനിക്ക് വിത്തൗട്ട് മതി, ഷുഗർ ഉണ്ട്. ചേട്ടാ 2 ഷാർജ ഷേക്ക്, 1 ഉപ്പ് 1 വിത്തൗട്ട്. എടാ ഉപ്പൊന്നും പേര് ഇതിന്റെ പ്രഷർ വരുവാടാ. ഇവിടെ നിങ്ങക്ക് ബോധമില്ലടാ. നിങ്ങളൊക്കെ എവിടെ നിന്നാടാ വന്നത്? അടിമാലി. വെറുതെ അല്ല. ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ സാധനം? എടാ, അത് പാലില് പഞ്ചസാര ഇട്ട് ഐസൊക്കെ ഇട്ട് അടിച്ച് തരുന്ന സാധനമാണ്. ഓംലെറ്റ് അടിച്ചാലോ? ഓംലെറ്റ് അടിക്കാം. ഓംലെറ്റ് അടിക്കാം. അങ്ങനെ ഒരു സിംഗിൾ ഓംലെറ്റ്. പിന്നെ സിംഗിൾ ഓംലെറ്റ് അടിക്കുമ്പോൾ വൺ സൈഡ് അടിച്ചാൽ മതി. 10 രൂപയുടെ ഓംലെറ്റ് നീ 10,000 കാര്യം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, ഒരു സൈഡ് ഒന്ന് മൂപ്പിക്കണ്ട. 10 രൂപയുടെ ഓംലെറ്റിൽ നിനക്ക് ഞാൻ വൈഫൈയും കൂടി റെഡിയാക്കി കുത്തി വെച്ചത്. അല്ല, നമുക്ക് ഇനി പുള്ളിയുടെ കാര്യം പറയാം. ഹലോ, ഇവിടെ വരും. നമ്മള് മനസ്സിലായ പറയാം. ഞങ്ങൾ നിങ്ങളുടെ കടയിലേക്ക് വന്ന സ്റ്റാഫാണ്. നിങ്ങൾ മറ്റേ രാജൻചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു 2 പേര് പണിക്കാരെ വേണമെന്ന്. ഞങ്ങൾ നിങ്ങളൊന്ന് ഇന്റർവ്യൂ ചെയ്തതാണ്. ഞങ്ങളാണ് പണിക്കാർ. അത് കൊള്ളാം കേട്ടടാ. സാധാരണ ഷോപ്പ് ഓണേഴ്സ് ആണ് തൊഴിലാളികളെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നത്. ഇത് നേരെ തിരിച്ചായ. അതല്ല, എന്തായാലും നമുക്ക് ശമ്പളം കിട്ടുമോ കച്ചവടം അറിയണമല്ലോ. നിങ്ങൾ എന്തുണ്ടാക്കും? ഇവൻ ഇടയ്ക്ക് ഞാനും തമ്മിൽ വഴക്കുണ്ടാക്കും. എന്തെങ്കിലും അത്യാവശ്യം ആരും ഉണ്ടെങ്കിൽ എന്റെ തന്തക്ക് പറഞ്ഞാൽ മാത്രം. രണ്ടുപേരെ എനിക്ക് വൃത്തിയായിട്ട് മനസ്സിലായി, കാര്യങ്ങളൊക്കെ വ്യക്തമായി. അപ്പൊ പണി ഓക്കെയാണ്. പണി ഇല്ല ഇവിടെ. 2 പേരും ഇറക്കിക്കോ. ഇവിടുന്ന് കിട്ടോ? ആരാന്നും പറഞ്ഞാണ് സിനിമയിലൊക്കെ ഉള്ളതാണ് അവർ 2 പേരും. സിനിമയിലുള്ളതാണ് പിന്നെ തന്നെ? അത് പണ്ട് മുതലേ നസീറിന്റെ കാലം മുതലേ സിനിമയുള്ളതാണ്. നീ വന്നേ, നോക്കൊന്ന് വളച്ചാല. നിനക്ക് ആ ഒരു ചിന്തയുള്ളടാ എപ്പോഴും. എന്ന് കയറിക്കോട്ടെ അങ്ങോട്ട്. ഒരടിയായിരുന്നു നിനക്ക്. അവളല്ലടാ. നമുക്കൊന്ന് വളച്ചിട്ട് അവരോട് ജോലിക്കാരും സംസാരിച്ചാലാ? നമുക്ക് ചാൻസ് ചോദിക്കാം. ആ മേഡത്തിനോട് ചാൻസ് ചോദിക്കാം. ഹോട്ടലുള്ള ആൾക്കാരൊന്നും പറയണ്ട, ചാൻസ് ചോദിക്കാം. നമുക്ക് നഷ്ടപ്പെടാതൊന്നുമില്ലല്ലോ അല്ലേ? മേഡം ഇങ്ങോട്ട് വരുവോ അതോ ഞങ്ങൾ അവിടെ വന്നിരിക്കണോ? വേണ്ട, ഇവിടെ വന്നിരിക്കണ്ട. എന്തായാലും അങ്ങോട്ട് പോവല്ലേ? ഇവിടെ ഭയങ്കര ആരാധകരാണ്. മേഡം, മേഡത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ അടിമാലിന്ന് വന്നതാണ്. ആണോ? മേഡത്തിനെ കാണാൻ വേണ്ടി മാത്രം. അതെ. വേറെ ഒന്നിനുമല്ല വന്നത്. മാഡത്തിനെ കണ്ടിട്ട് പേടിച്ചു ഓടുന്നതിന് ഇങ്ങോട്ട് വന്ന് മേഡം, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. സൂപ്പറായിട്ട് അഭിനയിക്കും. മേഡം, സീരിയലിലോ സിനിമയിലോ എനിക്ക് ചെറിയൊരു ചാൻസ് മേഡം വിചാരിച്ചു. നീ മാറിയില്ല, അത് ഞാൻ പറയാം. ചാൻസ് എനിക്ക് ഞാൻ കയറിയിട്ട് നിനക്ക് കയറാം. നീ കയറി കഴിഞ്ഞാൽ എന്നെ കൂടെ നിങ്ങൾ അഭിനയിക്കുന്നു പറഞ്ഞാലേ ഞാനൊന്ന് കാണണ്ടേ? ഞാൻ മിമിക്രി ചെയ്യും. ഞാൻ ജയനെ കാണിക്കും. സൂപ്പറായിട്ട് ഞാൻ ജയനെ കാണിക്കും. ഞാൻ കാണിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേഡം എന്നെ സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചു. അത് ആദ്യം കാണിക്കേ. ചെറിയ ചാൻസ് നോക്കാം. പക്ഷെ മേഡം, അതായത് ഞാൻ ജയനെ കാണിക്കുമ്പോൾ മേഡം എന്റെ കൂടെ പെയറായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തേജനം കിട്ടും. അത് ആദ്യം നോക്കട്ടെ. മേഡം കൂടെ എന്റെ കൂടെ ഒന്ന് വരണമെങ്കിൽ. ടച്ചിങ്സ് ഒന്നും പാടില്ല. ഒന്നുമില്ല, ടച്ചിങ്സ് ഇല്ല. ഞാൻ വെറുതെ വിത്തോട്ട് അടിക്കുന്ന ആളാണ്. ഒരു ആവശ്യമില്ല. മേഡം അഭിനയിച്ചെന്ന് കൂട്ടത്തിൽ അഭിനയിച്ചാൽ മതി. എന്റെ ടൂൾസ് ഒക്കെ എന്റെ ഉണ്ട്. ടൂൾസ് ഉണ്ട്. പണിക്ക് വന്നാലേ ജയനെ കാണിക്കും. ശരി, ജയനെ കാണിക്കണം. നമുക്ക് മാറി നിന്ന് കാണാം. കൊള്ളാടാ, നിനക്ക്
ചാൻസ് ഉറപ്പാണ്. ഞാൻ സിനിമയിൽ എത്തൂടാ, നമ്മ പൊളിക്കൂടാ. എങ്ങനെയുണ്ടായിരുന്നു? അല്ലല്ല ഒരു മിനിറ്റ് ഇത് പിടിച്ചേ. അല്ലല്ല ഇതെന്ത് ജയനാണിത്? അയ്യേ ഇതെന്നെ വന്ന ജയനാണിത്. ഞാൻ നല്ല അടിപൊളി നസീർ സാറിനെ കാണിപ്പിച്ചു തരട്ടെ. മാം കാണിച്ചു തരട്ടെ. പാപ്പച്ചാ, നീ വന്നേ. നീ വന്നേ ഇങ്ങനെ മാറി നിന്ന്. ഞങ്ങളുടെ പാപ്പച്ചൻ ചേട്ടൻ നേരത്തെ പരിചയപ്പെട്ട് ചായയൊക്കെ തന്നു ഫ്രീ ആയിട്ട്. എന്നെ ഉഗ്രനായിട്ട് നസീർ സാറിനെ കാണിക്കുന്ന അറിയാമോ? സൂപ്പർ പാപ്പച്ചൻ ചേട്ടൻ. അല്ലാടി ഞാൻ അതിന്റെ ടച്ചൊക്കെ വിട്ടുപോയി. അയ്യോ ഇല്ലെന്നേ, വെറുതെ നിന്നാ പോലും നസീർ സാറിന് ചായ ഉണ്ട് ഇല്ലേ? മാം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒന്ന് കാണിക്കട്ടെ പാപ്പച്ച. അതൊക്കെ ഞാൻ ഇപ്പൊ ഊരി തരാം. കാണിച്ചേട്ടാ, നിന്നെ പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ നമുക്ക്. കാണിച്ചു തരാം. ഓക്കെ, രണ്ടുപേരും കൂടെ തുടങ്ങിക്കോ. റെഡി? എന്താണ് ഭാവങ്ങൾ? എനിക്ക് വയ്യ. മാം ഏതാ ഇഷ്ടപ്പെട്ടത്? നല്ല അടിപൊളിയായിട്ട് നസീറിനെ കാണിച്ചില്ലേ? ഏതാ ഇഷ്ടപ്പെട്ടത്? നസീറാണോ ജയനാണോ? എനിക്ക് ജയനാണെന്ന് തോന്നുന്നു കുറച്ച്. അല്ല കറക്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നി ജയനായിരുന്നു നല്ലത്. പാപ്പച്ചന് വല്ല ഇങ്ങനെയൊക്കെ കാണിച്ച് നാണം കിട്ടും. അതെ അതെ, ഇത്ര വലിയ ഗസ്റ്റിനൊക്കെ മുമ്പിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് നസീർ സാറിനെ നസീറൊന്നും കിട്ടൂല, കൂടിപ്പോയ മനുവർമ്മയുടെ ഫിഗർ കിട്ടും. അതിന് അപ്പുറം വേറെ ഒരു ഫിഗർ കിട്ടൂല. അല്ല എന്റെ പാപ്പച്ച ഞാൻ വിളിച്ചെന്ന് പറഞ്ഞോണ്ട് തനിക്ക് നാണല്ലോ ഇവിടെ വന്നിട്ട് ചുമ്മാ ഈ വെറുതെ നഴ്സറി പിള്ളേർ നസീറിന്റെ മുഖം നോക്കണം. അപ്പോ താങ്ക് യു വെരി മച്ച്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നേ. നീ ഓക്കെയാണ്. നമ്മളൊരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാല് ഒരു ആർട്ടിസ്റ്റിന് ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? എനിക്കറിയാം. ഒരു ആർട്ടിസ്റ്റിന് ആദ്യം വേണ്ടത് അഡ്വാൻസ് ആണ്. എനിക്ക് എപ്പോ അഡ്വാൻസ് വരും? എന്ന് ആര് പറഞ്ഞു? എന്താ അഡ്വാൻസ്? പടത്തിന്റെ അഡ്വാൻസ്. പടത്തിന്റെ അഡ്വാൻസോ? പടത്തിൽ എടുത്തില്ലേ? ഈ തുക്കള വേഷം കെട്ടി വന്ന് കോമളത്തരം കാണിച്ചതിന് പടത്തിന്റെ അഡ്വാൻസ് അല്ലെ? ആര് സിനിമയിൽ എടുത്തോ? അല്ല ഇപ്പൊ പറഞ്ഞല്ലേ കൊള്ളാന്ന്. കൊള്ളാന്ന് പറഞ്ഞു വെച്ച് ആടാ ഇപ്പൊ പറഞ്ഞില്ലേ കൊള്ളാന്ന് പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ട് പടത്തിൽ എടുത്തതാണോ? പടത്തിൽ എടുത്തില്ലേ? അടിമാലിപ്പോ വണ്ടിക്കാശില്ല. അഡ്വാൻസ് ഒരു 350 രൂപ തന്നില്ലേ വീട് പറ്റാൻ പറ്റൂല. പോയേ വിട്ടുപോയ രണ്ടുപേരും. ഇവിടെ നിന്ന് 5ന്റെ പൈസ കിട്ടൂല. വേഗം വിട്ടോ. അതെ അതെ പൊയ്ക്കോ. അഡ്വാൻസ് ചോദിച്ചിട്ടല്ലേ നസീറിന്റെ നസീർ. ഹലോ, അങ്ങനെ ദ്രോഹിക്കില്ല മാർഗി. അങ്ങനെയാണ് ഒരു മനുഷ്യനോട് പെരുമാറുന്നത്. നസീർ, താങ്കൾ പറഞ്ഞിട്ടാണ് നമ്മൾ അടിമാലി കെട്ടിക്കിടക്ക് എടുത്ത് വന്നത്. തരാളത് നസീറാണ്. ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. തനിക്ക് നാണല്ലോ വഴിയെ പോണവരൊക്കെ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഉടനെ വന്നിട്ട് നസീറും കാണിച്ചോണ്ടിരിക്കും. അതെ, അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, ഷോപ്പിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. മാം സൗകര്യം പോലെ ഒന്ന് ഇറങ്ങണം. ഞാനിപ്പോ വരാം കേട്ടോ. കടയൊന്ന് കാണണം കേട്ടോ. ഒരു നടി എന്നതിലുപരി വളരെ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞയാണ്. സോ സംഗീതമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? സംഗീതം അത് സ്കൂള് മുതലേ തുടങ്ങിയതാണ്. യുവജനോത്സവത്തിൽ 2 പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഇതുപോലെ സലീൽ ചൗധരിയുടെ 7 രാത്രികൾ എന്നൊരു സിനിമയിൽ ഒരു കുട്ടിയുടെ പാട്ട്, ഒരു 10-12 വയസ്സുള്ള കുട്ടിയുടെ ഒരു 4 വരി പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ശരിക്ക് സലീൽ ചൗധരിയുടെ മ്യൂസിക്കിലാണ് പാടുന്നത്. പേടിച്ച് പറിച്ച് അന്ന് ദാസേട്ടനൊക്കെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ സിഒ ആൻറ്റും ഒക്കെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഒന്ന് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അതിലൊരു 4 വരി ഇങ്ങനെ കൊച്ചുകുട്ടിയുടെ സൗണ്ടിൽ അതിലാണ് അങ്ങനെ പാടുന്നത് ആദ്യം. പക്ഷേ സിനിമയിൽ പാടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല.
പക്ഷെ ഒരുപാട് ഓഫർ ഇങ്ങോട്ട് വന്നു. പിന്നെ അന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 20ഓളം സിനിമകളിൽ എൻ്റെ പാട്ടുകൾ തന്നെ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ അരക്കള്ളൻ മുക്കാക്കള്ളനിൽ ശ്രീവിദ്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടി. ഈ കൊച്ചുകുട്ടിയുടെ സൗണ്ടിൽ പാട്ട് പാടിയത് കേൾക്കുമ്പോ ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു കൗതുകം ഉണ്ടാവും. എങ്ങനെ ആയിരിക്കും അന്ന് ആ പാട്ട് പാടി? അതിന്റെ ഒരു 4 വരി. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ നമുക്കൊരു പ്രായമാകുമ്പോൾ നമ്മുടെ ശബ്ദത്തിലും കുറച്ച് മാറ്റം വരും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോ രസമായിരിക്കും കേൾക്കാൻ. പാടാം. പട്ടണത്തിൽ വന്നിരിക്കണ് പഷ്ട ഒരു സിനിമ, 8-10 പാട്ട് കേൾക്കാം, മുട്ടിന് ഗുസ്തി കാണാം, തൊട്ട് പെമ്പിള്ളേരുടെ കുളി കാണാം. എന്താ റെമോ? അല്ല വിളിച്ചു അതുകൊണ്ട് വന്ന. ആര് വിളിച്ചു? എന്നെ വിളിച്ചില്ലായിരുന്നു. ഇല്ല, പാട്ട് പാടുകയായിരുന്നു. അല്ല എങ്ങാണ്ട് പോകുന്നു പറഞ്ഞ് വിളിച്ചായിരുന്നു. അതാ ഞാൻ വന്നത്. എവിടെ പോകുന്നത്? കുളി കാണാൻ പോകാന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാനും വരാം. ഓസിന് കുളിസിയും കാണാൻ നടക്കുവാണല്ലേ? തനി സ്വഭാവം പുറത്ത് വരുന്ന നോക്കി. അതേതെങ്കിലും കുളത്തിന്റെ അവിടെ പോയാ പോരെ? അല്ലേലേ ഇവിടെ പെമ്പിള്ളേരുടെ കംപ്ലൈന്റാ. വേഗം വിട്ടോ, നാട്ടിട്ടോക്കോ. കുളിക്കുമ്പോ വിളിക്കാം. ശരിക്കും പറഞ്ഞ ഈ നിക്കണ ആള് ഒരു സകല കലാ വല്ലഭയാണ് കേട്ടോ. ഇത് ഇത്ര കണ്ടതൊന്നും അല്ല, ഇനി കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ മാം? ചില സ്പെഷ്യൽ വ്യക്തികളെ മാത്രം നന്നായിട്ട് മിമിക്രി കാണിക്കും എന്നുള്ളത് എനിക്കറിയാം. ഷീലാമ്മയുടെ ഐറ്റം ഒന്ന് കാണിക്കൂ പ്ലീസ്. ആ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ളത് നോക്കട്ടെ. ഷീലാമ്മ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഷീലാമ്മ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ ഏകദേശം ഇത്രത്തോളം വരും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ അത് മതി, ഒരു വലിയ രോഗി. ഹലോ. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? അങ്ങനെയൊക്കെ പോകുന്നു. സുഖമായിട്ട് പോകുന്നു. അപ്പൊ എന്തായാലും ഞാൻ വന്നത് ചെറിയ ഒരു സെഗ്മെന്റ് ആയിട്ടാണ്. ഒന്നുമില്ല, ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ, ഇഷ്ടമുള്ള ചോദ്യം തിരഞ്ഞെടുക്കാം, ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. സിമ്പിളാ. അപ്പൊ ഇതിനകത്തുനിന്നൊരു ചോദ്യം തിരഞ്ഞെടുക്കാം. അത് മുഴുവൻ കോനിഷ്ടാണ് കേട്ടോ. ഒരിക്കലും ഞാൻ പറയില്ല. ജനു ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കുന്നത് ഇവിടെ വരുന്നവർക്ക് പണി കൊടുക്കാം. ധൈര്യമായിട്ട് എടുത്തോ. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഒരു നടൻ. ഏത് ഭാഷയാവാം? വേറെ ഭാഷയാവല്ലേ? പിന്നെ സൽമാൻ ഖാൻ, അതൊന്നുമല്ല, എനിക്ക് ശിവാജി ഗണേശനാണ്. ശിവാജി ഗണേശനോട് അഭിനയിക്കാൻ പറ്റിയില്ല. അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കാം. പണ്ടത്തെ സിനിമകളിൽ ക്യാബറേ ഡാൻസ് കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. അതെ. എന്നാ ഇപ്പൊ അതില്ല. അതോർത്ത് വിഷമിക്കുന്ന ഇന്നത്തെ പുരുഷന്മാരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. കാരണം അന്ന് ക്യാബറ ഡാൻസിലായിരുന്നു ഇത്ര ഉള്ള തുണി. ഇതെല്ലാരും അത് തന്നെയാ. ഇതെന്തിനാ വിഷമിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ബൗളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ബൗള് കൊള്ളാല്ലേ? അമിട്ട് ചോദ്യത്തിന് ഇടിവെട്ട് ആൻസർ ആണ് കിട്ടിയത്. അടുത്ത അത് തന്നെ വേണോ? അത് തന്നെ എടുക്കാം. അതിന് വിട്ടൊരു കളിയില്ല. അത് പണ്ട് തൊട്ടേ സിനിമയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നായികയും നായകനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഈ റേപ്പ് സീനും ഒക്കെ ക്യാമറ ടെക്നീക്ക് ആണെന്ന് പറയുന്നത്. ഇത് സത്യമാണോ? ഒരിക്കലും ഇല്ല. ഒരു ടെക്നിക്കും ഇല്ല. നമ്മൾ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ എങ്ങനെയാന്ന്? ഭയങ്കര വേർപ്പൊക്കെ നാറ്റതാ, എന്ത് പറയാ. ഇനിയുണ്ട്, തീർന്നില്ല. ഇതിന്ന് എടുക്കാം. പഴയ നടിമാരെന്നൊക്കെ പറഞ്ഞാൽ 1.5 ഫിഗർ ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നടിമാർക്കൊക്കെ ഈ 0 സൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താണ് ശരിക്കും നമുക്ക് പറ്റിയത്? ഞാൻ നടിമാരെ കുറിച്ച് മാത്രം, ഒരു സ്ത്രീ സങ്കല്പം എന്ന് പറയുമ്പോഴേ ഈ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടേ? എന്തിനാണ് സ്ത്രീയെയും പുരുഷനെയും ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അതെ, എന്തെങ്കിലും ഒന്നൊരു ആസ്വദിക്കാൻ. ഇത് വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാതിരുന്നാൽ എങ്ങനെയാ? അതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ കാലത്തെ കണ്ടു പഠിക്കണം. ഒരു 1.5 ആ ഷീലാമ്മയൊക്കെ ഒന്ന് കാണണം. അല്ലോ. അപ്പൊ അടുത്ത ചോദ്യം. മീ ടു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നാൽ ആരുടെ പേര് പറയും? അയ്യോ, അപ്പൊ എന്തുണ്ട്? അയ്യോ എന്നൊക്കെ
അല്ല അപ്പൊ ജീവിച്ചിരിക്കുന്നവര് ഒരു നിർബന്ധമില്ല. അടൂർ ഭാസി. എവിടേക്കോ ഞാൻ ചെറുതായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. ആരും ഇങ്ങോട്ട് വന്ന് ചോദിക്കാറില്ല, ആർക്കും കംപ്ലൈന്റ് ഇല്ല. ജ്വൽ, നമ്മുടെ ഇത്രയും ദിവസത്തെ ട്രോളി ബോൾ സെഗ്മെന്റിലെ ഏറ്റവും ഗംഭീരമായ ട്രോളി ബോൾ സെഗ്മെന്റ് ആയിരുന്നു ഇത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. സോ ഇതിന് കേരളത്തിലെ നമ്പർ 1 ഗാഡ്ജറ്റ് സ്റ്റോറായ മൈജി നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം. ഇത്ര കനമുള്ള ആൻസേഴ്സിന് കനമുള്ള സമ്മാനം തരണ്ടേ? പിന്നെ പിടിക്കൂ. Thank you. അതിനകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഞാൻ പോയിട്ട് വരട്ടെ അങ്ങോട്ട്. വീണ്ടും സന്ധിക്കും വരേക്കും. Bye. ബൈ. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഈ മനക്കട്ടിയും ധൈര്യമൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ അന്താളിച്ചിരിക്കുക. കാരണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളിലുണ്ടെങ്കിൽ അതൊരു സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പ്രാവശ്യം ചിന്തിച്ച് അത്രയും ധൈര്യമുള്ളവർ മാത്രമേ വരത്തുള്ളൂ. അത് വളരെ ചുരുക്കം. പക്ഷെ ചേച്ചിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്തും വെട്ടി തുറന്ന് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം. ഹലോ, നമസ്കാരം. നമസ്കാരം. ശ്രീലത നമ്പൂതിരി മാഡം? അതെ. മാഡത്തിനെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ പ്ലീസ്. ശരി, പരിചയപ്പെട്ടോ, കുഴപ്പമൊന്നുമില്ല. നോമിനെ അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടോ? താനെന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഭാഷ കേൾക്കുമ്പോ മനസ്സിലാവുമല്ലോ ഞാൻ നമ്പൂതിരിയാണെന്ന് കരുതിക്കോട്ടെ. കണ്ടാലും പറയും. അതെ മാഡം, ഞാൻ വന്നത് വേറൊന്നുമല്ല. എൻ്റെ ഒരു അമ്മാവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള പുള്ളിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ് പുള്ളിക്ക്. അപ്പൊ അതുകൊണ്ട് മാഡം ഇവിടെ വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. ഒന്ന് പരിചയപ്പെടുന്നോണ്ട് കുഴപ്പമുണ്ടോ? വയസ്സായ ആളല്ലേ, കണ്ടേക്കാം അല്ലേ? ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗാന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്. അമ്മാവാ, വയസ്സായ ആളാ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകല്ല. എന്റെ കൈവിട്ട് മാറി പോകരുത്. എന്റെ കൈവിട്ട് മാറിപ്പോ എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? വേറെ ആരെങ്കിലും വെള്ളി മൂവിയാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകും. കൊച്ചാ, നമ്മളിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നമ്മൾ വന്നത് മേഡത്തിനെ പരിചയപ്പെടാം. മറ്റേ കൂടെ അഭിനയിച്ച പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ? ആരാ? ശരിക്കും അടുത്ത് നോക്ക്, ഒന്ന് ഓർത്ത് നോക്ക്. സൂക്ഷിച്ച് നോക്കിയാ ഓർക്കുന്നുണ്ടോ എന്നെ? ഇല്ല. പണ്ടത്തെ കാലത്തിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളതാണ്. അതെ, അന്നത്തെ നടന്മാരെയൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ നടന്മാരെ ഓർമ്മയുണ്ടോ? നടന്മാര് ഞാൻ ചോദിക്കാം, അന്നത്തെ നടിമാരെ വല്ല ഓർമ്മയുണ്ടോ? കട്ടപ്പന രമണി, ഏലപ്പാറ സരസമ്മ, തങ്കമണി, പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ലീലാമ്മ. നടന്മാരെ ഒന്നും മനസ്സിൽ കിട്ടത്തില്ല. ഇതെല്ലാം ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വെച്ചേക്കുക. അതിനകത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ അഭിനയിച്ച ആൾക്കാരല്ലേ? അപ്പൊ നമ്മൾ വളരെ ഹിറ്റായിട്ടുള്ള മോഹൻലാലും മഞ്ജു വാര്യറും കൂടെ അഭിനയിച്ച 6-ാം തമ്പുരാനിലോ ഒരു സീൻ ഉണ്ടല്ലോ. ആ സീൻ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലായിരുന്നു ആ പടം എടുത്തിരുന്നെങ്കിൽ ആ സീൻ എങ്ങനെ അഭിനയിക്കും? നല്ലൊരു ഐഡിയ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് 6-ാം തമ്പുരാൻ നമുക്ക് സ്റ്റേജിന്റെ നടുക്കോട്ട് ഇത് ചുറ്റമ്പലം അവിടെ നിന്ന് നടന്നു വരുന്നു, തിരിഞ്ഞു വരുന്നു. ഓക്കെ, മ്യൂസിക്. ഈ ഒരുപാട് കുലിക്കണ്ട. അല്ല, ഇത് ആര്? കാവില ഭഗവതി നാട് വിട്ട് വന്നതോ? നാട് വിട്ടല്ല, നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? എങ്കിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അല്ലാന്ന് തോന്നിക്കാൻ ഭഗവതിയെ നേരിട്ട് കണ്ട് പരിചയമൊന്നും ഇല്ലല്ലോ. നിങ്ങളാരാ? ഞാനൊരു വഴിപോക്കനാണ്. വഴിപോക്കൻ എന്താ ചുറ്റമ്പലത്തിൽ കാര്യം? വെറുതെ ഒന്ന് ബലാത്സംഗം ചെയ്യാൻ കേറിയത്. അങ്ങനല്ലോ ഇപ്പോഴത്തെ സിനിമയില്. അതൊക്കെ ഇന്നത്തെ സിനിമയ്ക്കകത്ത്. പണ്ടത്തെ സിനിമയ്ക്കകത്ത് ഒരു കൊച്ചു ചുറ്റമ്പലൊന്നും ഇല്ല. ഒറ്റയ്ക്ക് നിന്ന് അന്നേരം കയറി വേലാട്ടം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം. ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ അഭിനയിക്കാൻ കൊടുക്കണം. ഒരു കാര്യം ചെയ്യും, ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഇത് കാണണ്ട, നിങ്ങളൊരു പാട്ടിറങ്ങാം. ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ടിട്ട് തരാം. അതെ, ഇപ്പോഴത്തെ ഒരു പാട്ടില് നമ്മുടെ പഴയകാല നായികയും നായകനും കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് കാണാം. ഇപ്പോഴത്തെ പാട്ടാണേ അടിപൊളി പാട്ടാ. വഴിയൊന്നും വേണ്ട, തകർത്തോ. Listen to the story of a lovely freaky boy. Not just a story, it's the feeling of the boy. He wants to make a girl to feel the love for his own story. But the girl never stays to hear the words, the boy's just singing the story. Oh my god boy, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു പോയി. ഓളുടെ കണ്ണുകൾ
വെല്ലോ പറ്റിയോ? ഇല്ലല്ല. ഇതിന്റെ ഉപദ്രവത്തിൽ നിന്നും ചത്തുപോകുമല്ലോ ഈശ്വര. വിളിച്ചോണ്ട് പോ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ പുതിയ പാട്ട് വേണ്ടെന്ന്. അതെ നമുക്ക് ആ സന്യാസിനി ആയിരുന്നെങ്കിൽ ഇതിന്റെ എന്നാ വല്ല കാര്യം. കൊള്ളാം. അതെ അവിടെ ഒരു താടിക്കാരൻ വന്നേ ഈ പുതിയ സ്റ്റെപ്പ് കൊടുക്കുമെന്ന് ചോദിക്കുന്നു. ഈ സ്റ്റെപ്പ് രാജേന്ദ്ര പ്രസാദാണോ? അല്ല, പ്രഭുദേവ. ഓടിക്കോ. ഫോട്ടോ താങ്ക് യു. നേരെ സർക്കാർ ആശുപത്രി, അതാ നല്ലത്. ഏതായാലും ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നത് നമ്മൾ കാണാറുണ്ട്. ചെറുപ്പം പിള്ളേര് നല്ല ചുറുചുറുക്കായിട്ട് വന്ന് ഈ മോളിലൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് പോണേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഇത്ര എനർജി ഉള്ള ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. ഇന്ന് നമ്മൾ മോളിൽ ശരിക്കും അടിച്ചു പൊളിച്ചു. ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാ. യെസ്, ആ ഒരു ഹാപ്പിനെസ്സിൽ, ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു എനർജിയിൽ നമ്മൾ ഇന്നത്തെ ഈ രാത്രി ഇവിടെ നിങ്ങൾക്കൊരു ഗുഡ് ബൈ പറയാണ്. ദിസ് ഇസ് മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് പ്രസൻസ് തമാശ ബസാർ കോ പവർഡ് ബൈ ജിപ്രോക്ക് അമേസിംഗ് സീലിംഗ് ഡിസൈൻസ്. ശുഭരാത്രി. മീ ടു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നാൽ ആരുടെ പേര് പറയും? അടൂർ ഫാസി. ആ